പ്രണയശലഭം അധ്യായം 9. പ്രണയ നോവൽ. സീനത്തിന്റെ യാചനയിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു സിനിയും ജോർജിച്ചായനും. നീ ഒന്ന് സമാധാനിക്കുമോളെ, ഞാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കട്ടെ. നിന്റെ റംഷയെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. നന്നായി ഒന്ന് വിശ്രമിക്കണം. നിനക്കിപ്പോൾ വല്ലാത്ത ക്ഷീണമുണ്ട്. സർ, എനിക്ക് വിശ്രമത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ആവശ്യം റംഷിയുടെ വിവരങ്ങൾ അറിയുക. അവനെക്കുറിച്ച് നാട്ടിൽ പറയുന്നത് മുഴുവൻ സാറും വായിച്ചതല്ലേ. അവനേതോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സിനി പതിയെ എഴുന്നേറ്റ് അവൾക്കരികിലെത്തി. അവളുടെ പുറം പതിയെ തലോടി. വിഷമിക്കാതെ മോളെ, ഇച്ചായൻ നോക്കിക്കോളും. എവിടെയാണെങ്കിലും ഇച്ചായൻ കണ്ടുപിടിക്കും. സമാധാനമായിട്ടിരിക്കണം. അപ്പോഴേക്കും സ്കൂൾ കഴിഞ്ഞ് ആദവും ആമിയും എത്തിയിരുന്നു. സിനിയുടെയും ജോർജിച്ചായൻ്റെയും മക്കളാണ് അവർ. ഒരാൾ 7-ലും ഒരാൾ 5-ലുമാണ്. ആദവാണ് ഏറ്റവും ചെറുത്. സീനത്തിനെ കണ്ട് ഇതാരാണ് അമ്മച്ചി എന്നുള്ള നോട്ടമായിരുന്നു. അടുത്ത മുറിയിലേക്ക് സീനത്തിന് കിടക്കാനും വിശ്രമിക്കാനും സിനി സൗകര്യമൊരുക്കി കൊടുത്തപ്പോൾ ആദം അമ്മയെ നോക്കി. അപ്പം ഞാനെവിടെ കിടക്കും? അതെൻ്റെ റൂമല്ലേ. പാവം ചേച്ചിയല്ലേ. സിനി അത് പറഞ്ഞപ്പോൾ ആദം ഇടങ്ങണ്ണിട്ട് അവളെ ഒന്ന് നോക്കി. പ്രായത്തിനേക്കാൾ വലിയ തടിയാണ് അവന്. കണ്ടാൽ തന്നെ അറിയാം കുസൃതിക്കപ്പുറം ഒരു ചിരിപ്പടക്കമാണെന്ന്. ജോർജിച്ചായൻ വലിയ ആലോചനയിലാണ്. എന്താ സാറേ, വലിയ ആലോചനയിലാണല്ലോ? സിനി ചായനോട് ചേർന്നിരുന്ന് ചോദിച്ചു. അല്ലെങ്കിലും ആ മുഖമൊന്ന് വാടിയാൽ സിനിക്കറിയാം. എടോ, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. തനിക്കറിയാലോ, ഇവിടുന്ന് ഒരാളെ കാണാതായ ഇത്രയും വലിയ സിസ്റ്റമുള്ള രാജ്യമാണെങ്കിലും ആ സ്പോൺസർ അല്ലെങ്കിൽ തൊഴിലുടമ തന്നെ പരാതി നൽകണം. ഇവിടെ ആ പയ്യൻ വല്ലാത്തൊരു ദുരൂഹതയാണ്. ഇച്ചായം പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു സാധാരണ മാൻ മിസ്സിംഗ് കേസല്ല ഇത്. അയാളെ കാണാതായതിനു ശേഷം അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റായ ചിത്രങ്ങൾ അയാൾ ISSന്റെ പതാക പുതച്ചാണ് കാണുന്നത്. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് റംഷിയുടേത്. അങ്ങനെയെങ്കിൽ സാമ്പത്തികം കുടുംബത്തിൽ എത്തിയിട്ടുണ്ടാവുമോ? ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, ജീവിത സാഹചര്യം എങ്ങനെയാണ്? ഇതൊക്കെയാണ് അറിയേണ്ടത്. റംഷിയുടെ അവസ്ഥ എന്താണ്? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസിയായി. ഇച്ചായം പറഞ്ഞതുപോലെ ഇത് വലിയൊരു തലവേദന കേസാണ്. പക്ഷേ അവന് വേണ്ടി ഒരു നാടും കുടുംബവും മുഴുവൻ വിട്ടിറങ്ങി വന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. നമുക്കെന്താ ചെയ്യാൻ കഴിയുക അച്ചായ? എടോ, താനിങ്ങനെ ടെൻഷനാവില്ലേ? ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആദ്യം അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തൊന്ന് അന്വേഷിക്കാനാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. പിന്നെ വേണ്ടത് അവൻ്റെ സ്പോൺസറെ കിട്ടുകയാണ്. അച്ചായ, അതിന് ഈ പെൺകുട്ടി അവനെ അവിടെ അന്വേഷിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് കിട്ടിയത് അവരുടെ സ്പോൺസറുടെ കൂടെ അവൻ എങ്ങോട്ടോ പോയി എന്നാ. പിന്നീട് ആരും കണ്ടിട്ടില്ല. അങ്ങനെയാണല്ലോ അവിടുത്തെ ആളുകളുടെ മൊഴി. അതിലെത്രമാത്രം സത്യമുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഒരു കാര്യം, ഈ പയ്യനെക്കുറിച്ച് സോഷ്യൽ മീഡിയയും ബാക്കിയുള്ളതെല്ലാം ഇത്രയും വാർത്ത വന്നതുകൊണ്ട് തന്നെ ജനങ്ങളുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇയാളുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞതുപോലെ വേറെന്തെങ്കിലും ആടുജീവിതമാണെങ്കിൽ ബെന്യാമിൻ്റെ നജീബിനെ പോലെ ആരും അറിയാതെ പോകുന്ന ഒരു ജീവിതമായിരിക്കും. ഇച്ചായ, ആ പെൺകുട്ടി ഞാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു യൂട്യൂബിൽ. ആ യൂട്യൂബിൽ കണ്ട വീഡിയോ ഇന്ന് ഈ കുട്ടി കാണിച്ചു തന്ന പയ്യൻ്റെ മുഖവുമായി ആ വീഡിയോയിൽ കാണുന്ന ഒരു പയ്യന് ഒരുപാട് സാമ്യമുണ്ട്. അവനും ഇതുപോലെ നാട് വിട്ട് പോയതിനു ശേഷം ISL ചേർന്നു. പക്ഷെ അയാളുടെ സഹോദരിയും മാതാപിതാക്കളും എല്ലാവരും നാട്ടിലാണുള്ളത്. പോലീസിൻ്റെ നരനായിട്ടും നാട്ടുകാരുടെ ഒറ്റപ്പെടുത്തലും എല്ലാം കൂടി ഒരു നാട്ടിൽ ഒറ്റപ്പെട്ട ഒരു കുടുംബം. എവിടെ താനൊന്ന് കാണിച്ചേ? സിനി യൂട്യൂബിൽ നിന്നും ഇച്ചായന് കാണിച്ചു കൊടുത്തു. എടോ, ഇത് കുറച്ച് സീരിയസ് ആയൊരു വിഷയമാണ്. ആദ്യം അറിയേണ്ടത് നമ്മുടെ അസോസിയേഷനിലാണ്. ഇച്ചായ, ആരോരുമില്ലാത്തൊരു പയ്യന് വേണ്ടി, അതും ഭീകരവാദ പട്ടികയിൽപ്പെട്ട ഒരു പയ്യനും, അവന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരെയും അറിയിക്കണ്ടേ? ആ ഒരു ചുമതല നമുക്കുണ്ടല്ലോ സിനി. ഇനി ഒരു പക്ഷേ അവരിൽ ആരെങ്കിലും ഇവനെക്കുറിച്ച് അറിയാമെങ്കിലോ? നമുക്ക് മാക്സിമം അതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഈ പറഞ്ഞ വാർത്തകളിലൊന്നും എനിക്കൊരു വിശ്വാസം വരുന്നില്ല. അവന് ഇതിലൊന്നും പങ്കില്ല എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. അങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടവും. ആ വീഡിയോയിൽ താൻ കണ്ടില്ലേ,
അവൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ആ കുടുംബത്തിന് മുഴുവൻ അത്താണി ആയിരുന്നു അവനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ നിരപരാധിയാണ്. അവനെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം അതാവും. ആദവും ഹാമിയും പതിയെ സീനത്തിനോട് കൂട്ടുകൂടി തുടങ്ങിയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇനിയും ജീവിക്കും എന്ന പ്രതീക്ഷ നൽകുന്ന ദിവസങ്ങളായിരുന്നു സീനത്തിന്. അവൾ സിനിയോടൊപ്പം ചേർന്ന് അടുക്കളയിലെ ജോലികളും വീട്ടുകാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി. ഓരോ ദിവസങ്ങളിലും ഇച്ചായം അവനെക്കുറിച്ച് ആത്മാർത്ഥമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് സീനത്തിന് അറിയാമായിരുന്നു. രാത്രി എപ്പോഴും ഏകാന്തതയാണ്. ഇടയ്ക്ക് ജോർജിച്ചായൻ്റെ റേഡിയോയിൽ നിന്നും കേൾക്കുന്ന ഗാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാലത്തും റേഡിയോ കേൾക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരം എനിക്ക് വ്യക്തമായി കിട്ടിയത് ഇച്ചായനിൽ നിന്നാണ്. ജനലിനോട് ചേർന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമാണ്. വിശാലമായി പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ എവിടെയാണ് റംഷി എന്ന് കണ്ടുപിടിക്കണം. ചിലപ്പോഴൊക്കെ സങ്കടങ്ങൾ മൂത്ത് കണ്ണുനീരായി രൂപാന്തരപ്പെടും. അവനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരു പ്രണയവും പിന്നെ അതൊരു നോവുമായി പതുക്കെ മാറും. എനിക്കെൻ്റെ റംഷിയെ കണ്ടുകിട്ടുമ്പോൾ മഴക്കാടുകളിൽ പൂത്ത പ്രണയമാവണം. എന്നിട്ട് നമുക്ക് പ്രേമത്തിലും മോഹത്തിലും നിരാശയിലും മടുപ്പിലും മറവിയിലും മടക്കത്തിലും പെയ്ത് അങ്ങനെ പോകണം. മഴ മാത്രമല്ല, ഒരിക്കലും നടക്കാത്ത ചില സ്വപ്നങ്ങൾ കൂടിയാണ് രാത്രി എത്ര മനോഹരമാക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? വെറുതെ തനിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ അടുത്തിരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവും. അവൻ്റെ ചുംബനങ്ങളില്ലാതെ ചുണ്ടുകൾ വരണ്ടുപോയിരിക്കുന്നു. ഉറവകൾ വറ്റിയ ചുണ്ടുകൾക്കായി ഹൃദയം നിലവിളി കൂട്ടുന്നത് പോലെ. നിന്റെ തീഷ്ണതയുള്ള ചുംബനങ്ങളിലെ ഹൃദയത്തിലേക്ക് ഒരു ഉറവയായി പൊട്ടിമുളയ്ക്കാൻ എനിക്ക് അത്രയേറെ കൊതിയുണ്ട്. നീയാകുന്ന പ്രണയമേ, നിന്റെ പ്രണയത്തിൻ്റെ വീഞ്ഞു നുകർന്നിതാ ഞാനിതാ വീണ്ടും ഉന്മാദിനിയാകുന്നു. ചിലപ്പോൾ ഒരിക്കലും കണ്ടുമുട്ടാത്ത പ്രണയവിപ്ലവത്തിലെ രക്തസാക്ഷികളാവും നമ്മൾ. എനിക്കിപ്പോഴും നിന്നെ കാണാൻ വല്ലാത്ത കൊതിയാണ്. ഒന്ന് കാണണം, വേറെ ഒന്നുമല്ല. പണ്ടുണ്ടായിരുന്ന ആ തിളക്കം നിന്റെ കണ്ണുകളിൽ ഇപ്പോഴുമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം. എല്ലാവരും പറഞ്ഞതുപോലെ നീ ഒരു തീവ്രവാദിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് ആരൊക്കെ ചോദിച്ചാലും ഞാൻ എങ്ങനെ അതൊക്കെ പറയും? ആമ്പൽക്കുളത്തിലെ ആമ്പൽ വേണമെന്ന് പറയുമ്പോൾ ഞാനിന്ന് ഇറച്ചി കൂട്ടിയിട്ടുണ്ട്, അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് നീ അങ്ങനെയാണ് ഒരു തീവ്രവാദിയാവുക? ശബരിമലയിൽ നിന്നും ആരോ കൊണ്ടുവന്ന അരവണപ്പായസം ഭയഭക്തിയോടെ കയ്യിലൊളിപ്പിച്ച് എനിക്കായി നൽകിയവനെ നിനക്കെങ്ങനെയാണ് ഒരു തീവ്രവാദിയാവാൻ കഴിയുക? ഹൃദയത്തിൽ ആരോ പതിപ്പിച്ച കനലിൽ നൊന്ത് നീ എവിടെയോ വെന്തുരുങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട റംഷി, എൻ്റെ അവസാന ശ്വാസം വരെ നിന്നാരില്ലാതെ ഞാൻ വേറെ ആരെയാണ് പ്രണയിക്കുക? മോളെ സീനത്തെ. പുറത്തുനിന്നും സിനിയുടെ വിളി കേൾക്കാം. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ച് അവൾ പതിയെ മുറിവിട്ട് സിനിക്കരികിലെത്തി. കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണും മുഖവും കണ്ട് അവർ വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് കിട്ടിയാൽ എപ്പോഴും ഇരുന്ന് കരയുന്ന പ്രകൃതമാണ് നിനക്ക് അല്ലേ? എന്തിനാണ് ഇത്രയും സങ്കടം? എല്ലാവരും അവനെ അന്വേഷിക്കുന്നില്ലേ? ആവുന്നില്ല ചേച്ചി, അത്രയേറെ സഹിക്കാൻ ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. സാരമില്ല മോളെ, നമ്മളൊക്കെ നോക്കുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞു വരുന്ന ജോർജിച്ചായനെ കാണാൻ അവളോടി മുറ്റത്തെത്തും. പക്ഷേ ഒരു വിവരവുമില്ലാത്ത ഓരോ ദിവസങ്ങളും അവളെ സംബന്ധിച്ച് മനസ്സിൽ അന്ധത പടരുന്നത് പോലെയാണ്. ഇന്നിച്ചായം വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മുഖത്ത്. മോളെ, നമ്മുടെ അസോസിയേഷൻ വഴി ചെറിയൊരു നീക്കമുണ്ടായിട്ടുണ്ട്. ഈ റംഷിയെ സംബന്ധിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഒരു പരാതിയായിട്ട് ഇന്ത്യൻ എംബസിയിൽ സമർപ്പിക്കണം. നാളെ തന്നെ നമുക്ക് പോകണം. അന്നത്തെ ആ രാത്രി അവൾക്ക് ഉറക്കം വന്നിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വിളിച്ചിരുന്നുവെങ്കിലെന്ന് അവൾ ആശിച്ചു. റംഷിയുടെ മുഖം പതിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അതിനും കഴിയുമായിരുന്നില്ല. പതിയെ പതിയെ അവൻ്റെ മുഖം മറന്നു തുടങ്ങുന്നത് പോലെ. അതെ, ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ മനുഷ്യനെ ദൈവം നൽകിയ കഴിവുകളിലൊന്ന്. അതുകൊണ്ട് തന്നെയാണല്ലോ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും മരിച്ച് കബറടക്കി കഴിഞ്ഞാൽ പിന്നെ അത് വെറും ഓർമ്മകൾ മാത്രമാവുന്നത്. രാവിലെ ഇച്ചായനും ഒപ്പം ഇന്ത്യൻ എംബസിയിലെത്തി. അവിടെ റംഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സമർപ്പിച്ചു. അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. IAS ക്രിമിനലാണ് ഇവനെയാണോ നിങ്ങൾ തപ്പുന്നത്? കേന്ദ്ര അന്വേഷണ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിലുണ്ട് ഇവൻ്റെ കൂടെ ഒരു പെണ്ണുണ്ട് സർ. അവൻ്റെ കൂടെ വേറെ ആരുമില്ല. അവൻ്റെ കൂടെ നാട്ടിൽ നിന്നും കാണാതായി എന്ന് പറഞ്ഞ പെൺകുട്ടി ഞാനാണ്. അവനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അവൻ അന്വേഷിച്ചു വന്നത്. ആ ഉദ്യോഗസ്ഥൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, എന്നിട്ടൊന്ന് ചിരിച്ചു.
നല്ല കഥയാണ് മോളെ, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഇരിക്കുന്നവർ വെറും മണ്ടന്മാരാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാണ്. മിസ്റ്റർ ജോർജ്, ഇപ്പോൾ നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ പാസ്പോർട്ട് എവിടെ? സാർ, അത് നഷ്ടമായിപ്പോയി. കൊള്ളാല മോളെ, നല്ല കഥ. എന്നോട് പറഞ്ഞ കഥയെ വേറെ കുറച്ച് ആളുകളോട് കൂടി മോള് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും വേണ്ടി വരും. ദയവായി വിശ്വസിക്കണം സാർ. അയാൾ അവളെ ഒന്ന് അടിമുടി വീക്ഷിച്ചു. ചുണ്ടിലൂറിയ ഒരു കള്ളച്ചിരി പതിയെ കവിളിലേക്ക് പടർന്നു തുടങ്ങി. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ഇയാളുടെ ആരാണ്? സർ, ഞാനത് പറയാൻ അല്പം ഒന്ന് ആലോചിക്കണം അല്ലേ? എനിക്ക് പെൺകുട്ടിയോട് തനിച്ചൊന്ന് സംസാരിക്കണം ജോർജ്. തൽക്കാലം പുറത്തേക്കിരുന്നോളൂ. അയാൾ ഒരു വഷളഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ഇച്ചായനോട് പറഞ്ഞു. സദയവ് ചെയ്ത് ഞങ്ങളെ വിശ്വസിക്കണം. ആരോരും ഇല്ലാതെ തെരുവിലായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇവൾ. എച്ചിൽ കൊട്ടയിൽ നിന്നും ഭക്ഷണം കഴിച്ചും പേടിച്ചും വിറച്ചും ഇവളുടെ ദിവസങ്ങൾ അത്രയും മോശമായിരുന്നു. നിങ്ങളിവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് തന്നെ അസോസിയേഷൻ ഇടപെട്ടതുകൊണ്ടാണ് മിസ്റ്റർ ജോർജ്. നിങ്ങൾ പറഞ്ഞ കഥകൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിത്തിരിച്ച 2 ആളുകളാണ് ഇവർ. അയാളുടെ അകത്തെ ഒരു മുറിയിലേക്ക് നടന്നു. സീനത്തിനെ നോക്കി ഒന്ന് മുരളാൻ അയാൾ മറന്നില്ല. അതെ, താനിങ്ങോട്ട് വന്നേ. സീനത്തിനൊപ്പം ജോർജ് ഏട്ടൻ കൂടി എഴുന്നേറ്റുവെങ്കിലും അയാളത് വിലക്കി. ഒരിടവഴിയിലൂടെ സീനത്തും അയാളും നടന്നു നീങ്ങി. പതിയെ പതിയെ വെളിച്ചം മങ്ങി തുടങ്ങിയ പോലെ. എവിടെടി അവൻ? അറിയില്ല സാർ, ഞാനും അവനെ അന്വേഷിച്ചു വന്നതാ. നിന്റെ പാസ്പോർട്ട് എവിടെ? സാർ, കളഞ്ഞുപോയി. അയാൾ പൊട്ടിച്ചിരിച്ചു. പതിയെ അവൾക്ക് നേരെ തിരിഞ്ഞു. അയാളുടെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നത് പോലെ. ആരും അറിയാതെ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങിയിരുന്നു. ആ തിളക്കം ഒരു ചെന്നായുടെ തിളക്കമായിരുന്നു. അയാൾ അവൾക്ക് നേരത്തെടുത്തു. എന്തിനാ മോളെ കണ്ണിൽ കണ്ട തീവ്രവാദികളുടെ പുറകെ പോകുന്നത്? ഇവിടെ കുറച്ചു ദിവസം എൻ്റെ കൂടെ കഴിഞ്ഞ് സുഖമായി നാട്ടിലേക്ക് തിരിച്ചു പോകാം. ആരും നിന്നെ തിരിച്ചറിയാത്തതുപോലെ ഒരു ക്ലീൻ ഷീറ്റ് നിനക്കായി ഞാൻ കരുതി വെക്കും. അയാൾ അവൾക്ക് നേരെ അടുക്കുന്നതിനനുസരിച്ച് അവൾ ഭീതിയോടെ ചുമരിനോട് ചേർന്ന് നിന്നു. എനിക്ക് നിയമപരമായി സാറിന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ തരണം. ദയവേത് ഉപദ്രവിക്കരുത്. കൊള്ളാം, സ്വന്തം തന്തയും തള്ളയും ഇട്ടെറിഞ്ഞ് കണ്ണിക്കണ്ട രാജ്യദ്രോഹികളുടെ കൂടെ ഇറങ്ങിപ്പോന്ന നീയൊക്കെ ഏത് തരത്തിലുള്ള പെണ്ണാണെന്ന് എനിക്കറിയാടി. അയാൾ സീനത്തിന് ചുണ്ടിന് മുകളിൽ വിരൽ വെച്ചു. അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ, ഇന്ത്യയിൽ നിന്ന് പോലീസ് ഇങ്ങോട്ടെത്തും. എന്നിട്ട് മോളെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ചോദ്യം ചെയ്യലായി, കസ്റ്റഡിയായി, ആണുങ്ങൾ പെരുമാറലായി. ഇവിടെയാകുമ്പോൾ നീ എന്നെ മാത്രം സഹിച്ചാൽ മതി. സീനത്ത് അയാളുടെ വിരൽ തട്ടിമാക്കി. സാർ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടി നാടും വീടും വിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റുമെങ്കിൽ അതും ഇത്ര വലിയ പുത്തരിയല്ല. സാറ് കുറേ പെണ്ണുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പോലീസും തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ പേടിക്കുന്ന ജാതി. പക്ഷേ ഇത് വേറെയാ സാറേ. എന്നെ ജയിലിലടയ്ക്കാൻ പറ്റുമെങ്കിൽ സാർ അടച്ചോ. ലോലഹൃദയമുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ അവളെ സാഹചര്യം കണ്ട് കഠിനഹൃദയം മാറും എന്ന് സാർ കേട്ടിട്ടില്ലേ? അയാൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുവരെ താണപേക്ഷിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നില്ല അവൾ. അവർ നടന്ന് ഒരു ഹാളിലെത്തിയിരുന്നു. 3 കസേരയിൽ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അവർക്ക് മുന്നിലായി കുറച്ച് പേപ്പറുകൾ വെച്ചു. തന്നെ കൊടുക്കാനുള്ള എല്ലാം അയാളുടെ കയ്യിലുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും ഇതുപോലുള്ള നികൃഷ്ട ജീവികൾക്ക് വഴങ്ങി ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട റംഷിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. പുറത്ത് ജോർജ് ചായൻ വലിയ ടെൻഷനിലായിരുന്നു. അയാൾ എന്താക്കും എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പോക്കറ്റിലെ സിഗരറ്റിന് തീ കൊടുത്താൻ അല്പം സമാധാനം കിട്ടുമെന്നറിയാം. പക്ഷെ എങ്ങനെ ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സിമിക്ക് അതിലേറെ ടെൻഷനാണ്. എന്തായി എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് അവളും വിളിക്കുന്നുണ്ട്. അവർ 3 പേരും സീനത്തിനെ നോക്കി. നിങ്ങളെങ്ങനെയാണ് IAS ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നത്? അയാളുടെ ചോദ്യം കേട്ട് സീനത്തൊന്ന് ഞെട്ടിത്തിരിച്ചു. സാർ, ഞാൻ IAS ക്യാമ്പിൽ പോയിട്ടില്ല. സീനത്ത്, നിങ്ങൾ കള്ളം പറയരുത്. കള്ളം പറയുന്നതിന് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളെ റംഷി IAS ക്യാമ്പിൽ എത്തിച്ചു എന്നതിന് ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഞാൻ അവിടെ എത്തിയിട്ടില്ല. അവനിങ്ങനെ ഒരു IAS ക്യാമ്പിലാണ് എന്നത് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവനെ അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ പാസ്പോർട്ട് എവിടെയാണ്? സാർ, അതെൻ്റെ പാസ്പോർട്ട് എനിക്ക് നഷ്ടമായി. എങ്ങനെ? എവിടെ വെച്ച് നഷ്ടമായി? സാർ, എനിക്ക് വിസ എടുത്തിരുന്നത് ഒരു ഏജൻസിയാണ്. വിസിറ്റ് വിസയിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്.
എന്നെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അതിനിടയിൽ പാസ്പോർട്ട് എനിക്ക് നഷ്ടമായി. ഈ കഥ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ നിങ്ങളുടെ പാസ്പോർട്ട് വ്യാജ പാസ്പോർട്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ? സാർ, എൻ്റെ ഒരു സുഹൃത്താണ് പാസ്പോർട്ട് റെഡിയാക്കി തരുന്നത്. കാസർഗോഡാണ് അയാളുടെ സ്വദേശം. എൻ്റെ ഗോൾഡ് കൊടുത്താണ് ഈ പാസ്പോർട്ട് എനിക്ക് നൽകുന്നത്. നിങ്ങളുടെ പഴങ്കഥകളല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. നിങ്ങൾ കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാക്കാൻ മിടുക്കിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾ സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് അനുസരിച്ച് നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയാതെ വരും. പാസ്പോർട്ടില്ല, എവിടേക്ക് വന്നു എന്നറിയില്ല. നിങ്ങളെ ദുബായ് പോലീസിന് കൈമാറുക എന്നല്ലാതെ വേറെ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. താൻ പറഞ്ഞതിൽ കൂടുതൽ സത്യങ്ങളൊന്നും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന സത്യം സീനത്തിനെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. പ്രിയപ്പെട്ടവനു വേണ്ടിയുള്ള സഹനം അതെന്തു തന്നെയായാലും അത് സഹിക്കുക തന്നെ. അവളെ ആ മുറിയിൽ തനിച്ചാക്കി ഉദ്യോഗസ്ഥർ മുറി വിട്ടിറങ്ങി. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്കറിവുണ്ടായിരുന്നില്ല. ആദ്യം കണ്ട ഉദ്യോഗസ്ഥൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്ത് കണ്ടിട്ടാണാവോ ഈ മണപ്പ്? ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലേ നിനക്കത് വല്ലതും അറിയണമായിരുന്നു. ഇനി നിന്റെ കാരണം കൊണ്ട് പുറത്തു നിൽക്കുന്ന അവനില്ലേ, നിന്നെ ഇത്രയും കാലം കൊണ്ടു നടന്നാൽ അവനും കുടുങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സീനത്തായാലൊന്ന് തീക്ഷ്ണമായി നോക്കി. താനൊന്നും മനുഷ്യനായി ജനിക്കേണ്ടവനല്ലട ഉള്ളേ. എത്രയോ ഇടിയും മിന്നലും വെറുതെ പോകുന്നു. ഒന്നെങ്കിലും തൻ്റെ തലയിൽ തരാൻ ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്യും. അയാൾ അവളെ ഒന്ന് ഇരുത്തി നോക്കി. പതിയെ മുന്നോട്ട് തുടർന്നു. ഡോർ ശക്തിയായി വലിച്ചടയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആ പാവം ജോർജിച്ചായനും കുടുംബവും താൻ കാരണം എന്തൊക്കെയാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ മാത്രമാണ് ഒരു സങ്കടം തോന്നുന്നത്. ആർത്തിരമ്പുന്ന കടൽ പോലെ പ്രക്ഷുബ്ധമാണ് മനസ്സ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരാളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് അത്രമേൽ വലിയൊരു മുറിവുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണ്. റംഷിയും ഇപ്പോൾ ജോർജേട്ടനും കുടുംബവും അവർ നൽകിയ സ്നേഹത്തിനും ഹൃദയത്തിൽ ഏൽക്കുന്ന മുഴുവനും ആഴം കൂട്ടുകയല്ലേ. എൻ്റെ പ്രിയപ്പെട്ട റംഷി, കെട്ടുപോകും മുൻപേ നിന്റെ ആകാശങ്ങളിൽ ഒരു നക്ഷത്രമായി ഞാൻ എന്നെ തന്നെ കുറിച്ചു വയ്ക്കുകയാണ്. തനിച്ചാണെന്ന് ജീവിതത്തിൽ ഇരുട്ട് നിറയുകയാണെന്ന് തോന്നുമ്പോൾ നിന്റെ മിഴികൾ മെല്ലെ അടയ്ക്കുക. നിന്റെ മിഴിയണകൾക്ക് തരികിൽ ഒരൊറ്റ നക്ഷത്രം തെളിഞ്ഞു നിൽപ്പുണ്ടാവും. അത് ഞാനായിരിക്കും, ഞാൻ മാത്രം. ഹൃദയം നുറങ്ങുന്ന വേദനകളിലും ചുറ്റും നോക്കാനാണ് സീനത്ത് നോക്കിയത്. വേദന അകറ്റാനുള്ള കാരണങ്ങളും എവിടെയെങ്കിലും ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു. പാവം ബാപ്പയും ഉമ്മയും വിട്ടുപോയതിനേക്കാൾ സങ്കടം മനസ്സിലാക്കാതെ പോയല്ലോ എന്നതിലാണ്. റംഷിയുമായി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അവൻ്റെ ചെറുരോമങ്ങൾ നിറഞ്ഞ നെഞ്ചിൽ അവനോട് ചേർന്ന് അവൻ്റെ ഇല്ലായ്മയിലും ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. കൊതിച്ചിരുന്ന പകുതി ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് വീണ്ടും വെളിച്ചം കടന്നു വന്നു. കൂട്ടിൻ്റെ കനത്ത കാലച്ചുകൾ വീണ്ടും കേൾക്കാം. കൽത്തുറങ്കിൽ അടയ്ക്കാൻ പോവുകയാണോ? ആയിരിക്കും. ചിലപ്പോൾ രാജ്യദ്രോഹികൾ എന്ന പേര് ചാർത്തി തൂക്കിക്കൊല്ലുമായിരിക്കും. പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് റംഷിയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പടച്ചോനെ, അവനൊരു ആപത്തും വരുത്തില്ല റബ്ബേ. ദുബായ് പോലീസ് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അവൾ സലാം മടക്കി അവരെ നോക്കി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ കുറച്ച് പേപ്പർ പോലീസുകാർക്ക് നൽകി. അവർ ആ പേപ്പറുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. സീനത്ത്, വേർ ഈസ് യുവർ പാസ്പോർട്ട്? സോറി സർ, മൈ പാസ്പോർട്ട് ഈസ് മിസ്സിംഗ്. നോ വിസ, നോ പാസ്പോർട്ട്. പ്ലീസ് കം വിത്ത് മീ. പോലീസുകാർക്കൊപ്പം അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ നടന്നു. ഡോർ തുറന്ന് അവർ പുറത്തേക്ക് വന്നപ്പോൾ അവളെ കാത്ത് ജോർജിച്ചായ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഓടി അവൾക്കരികിലെത്തി. എന്താ മോളെ? എത്ര പറഞ്ഞിട്ടും ഒന്നും വിശ്വസിക്കുന്നില്ല. സാരില്ല, പക്ഷെ റംഷി എവിടെയാണെന്ന് എനിക്ക് വേണ്ടി ഒന്ന് അന്വേഷിക്കണം. അവൾ തൊഴുകയോടെ അയാളിൽ നിന്നും അകന്നുപോയി. പോലീസ് ജീപ്പിൽ അവൾ കയറുമ്പോൾ അയാളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കാൻ അവൾ മറന്നിരുന്നില്ല. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്ക് അയാൾക്കരികിലെത്തി. ദുബായ് പോലീസാണ്. ഇനി അവളുടെ പാസ്പോർട്ട് വിസ ഡീറ്റെയിൽസ് അവർ എത്തിച്ചു നൽകിയാൽ അവളെ പുറത്തിറക്കാം. ഇതുവരെ അവളുടെ പേരിൽ കുറ്റങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അവൾ ISSൽ ചേർന്നു എന്ന് ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ട് UAEക്ക് കൈമാറിയ പിന്നെ റിസ്ക്കാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തോളൂ. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പകപ്പായിരുന്നു ജോർജിച്ചായന്. റംഷി അന്വേഷിക്കണോ അതോ സീനത്തിനെ രക്ഷിക്കണോ എന്നറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ. പുറത്തെ സിമന്റ് ഇരിപ്പിടത്തിൽ അയാൾ അസ്വസ്ഥനായി അങ്ങനെയിരുന്നു. ഇനി സിനിയോട് എന്തു പറയും എൻ്റെ കർത്താവേ. അധ്യായം 15. റംഷിയുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു.
നഖങ്ങളിൽ നിറഞ്ഞ പഴുപ്പിൽ നിന്നും ചോരയും ചെലവും നിറഞ്ഞ് ഒഴുകി. മുഖത്തെ കരുവാളിപ്പിൽ അവൻ്റെ കണ്ണുകൾ കുഴിഞ്ഞു താണിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഈ നോവലിൻ്റെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ചെറിയ ഒരു അധ്യായമാണിന്ന്. നാളെ കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഒരു അധ്യായം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.